നേരത്തെ എന്താ പറഞ്ഞു വന്ന കാര്യങ്ങള്? നേരത്തെ ഞാൻ പറഞ്ഞത് സാറിന്റെ ജനുവരി 19 ഇട്ട ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പൊ ഒരു സ്കൂളിലെ മാഷ് ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, അപ്പൊ അതിനെ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചപ്പോ സാർ ഇതുപോലെ നമ്പർ വെച്ച് ഓരോരുത്തർക്ക് നമ്പർ കൊടുത്ത ആ നമ്പറും പ്രകാരം ഇങ്ങനെ ഇതാക്കി ഗ്രൂപ്പിൽ ഇത് ചെയ്തു തരാം, സംസാരിക്കാം, അതിനുള്ള ശേഷി അതായത് പ്രാപ്തി നേടാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കേൾക്കാനിടയായി ജനുവരി 19 അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാനിങ്ങനെ സാറിനെ വിളിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം പിന്നെ എനിക്ക് മനസ്സിനൊരിത് തിരക്കിലായിരിക്കുമോ, വിളിച്ചാൽ ലൈനിൽ കിട്ടുമോ, എന്തുമായിരിക്കും. അതൊന്നുമല്ല. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഐഡിയ എന്താണ്, എങ്ങനെ പഠിച്ചെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്? പഠിച്ചെടുക്കാൻ ഇതുപോലെ ഗ്രൂപ്പിൽ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതപ്പോ ഡെയിലി ചെയ്യേണ്ടി വരും. ഡെയിലി ചെയ്യാൻ പറ്റുമോ? സമയം കിട്ടുമോ? അല്ലെ പറ്റൂ, എനിക്കൊരു ജോലിയില്ല, ഞാൻ വെറുതെ ഇരിക്കുക. പക്ഷെ ഡെയിലി ഒരു പ്രാവശ്യം സംസാരിച്ചാ പോരാ, 4 or 5 പ്രാവശ്യം ആളുകളെ വിളിച്ച് സംസാരിക്കണം. സംസാരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. ജോലി ഇല്ല എന്ന് പറഞ്ഞാലും പല ആൾക്കാരും സംസാരിക്കാൻ വരുന്നില്ല. ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ ആൾക്കാർ സംസാരിക്കുള്ളൂ. ചിലര് ആഴ്ചയിൽ 2 ദിവസം സംസാരിക്കുള്ളൂ. അല്ല, എനിക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ചില ഗ്രൂപ്പുകളുണ്ട്, കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് ഇതുള്ളത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്ത് കഴിയുമ്പോ ശ്രദ്ധിച്ച് കേട്ടോളൂ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഈ വാട്സാപ്പ് ഗ്രൂപ്പില് ഒരു 100-500 ആൾക്കാരുണ്ടാവും ഓരോ ഗ്രൂപ്പിലും. അങ്ങനെ ഒരു 1000-2000 ആൾക്കാർ ഈ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കിട്ടും സംസാരിക്കാനായിട്ട്. അത് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോ ഈ ആൾക്കാരെ നിങ്ങൾ വിളിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഐ ആം ഫ്രീ ടു ടോക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇടണം. ഇട്ടാൽ ഉടനെ ആ ഗ്രൂപ്പിലുള്ള വേറെ ആളുകൾ നിങ്ങളെ കാണുമ്പോൾ, ഈ മെസ്സേജ് കാണുമ്പോൾ നിങ്ങളെ അവർ തിരിച്ചു വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആദ്യം തുടങ്ങി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു 4 എണ്ണം ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഫ്രീ ടൈം കിട്ടുന്നോ ആ സമയത്തെല്ലാം നിങ്ങൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യേണ്ടത് ഐ ആം ഫ്രീ ടു ടോക്ക് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഈ മെസ്സേജ് ഐ ആം ഫ്രീ ടു ടോക്ക് ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ ഗ്രൂപ്പിലുള്ള വേറെ ആൾക്കാർ കാണും. വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരുണ്ട്. അതുകൊണ്ട് 1000-ലധികം ആൾക്കാർ ഈ ഗ്രൂപ്പിൽ ഉള്ളത് കൊണ്ട് എങ്ങനെയായാലും പലരും ഇത് കണ്ടിരിക്കും. കണ്ടാൽ ഉടനെ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ നമ്പറിലേക്ക് കോൾ വരും. കോൾ വരുമ്പോൾ നിങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുക. ഞാൻ ഇങ്ങനെ കേരളത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ തന്നെ പറയാം. ഐ ആം കോളിംഗ് ഫ്രം കേരള. ഐ ആം ലിവിങ് ഇൻ ഒരു ഡിസ്ട്രിക്റ്റ് പറയുക, സ്ഥലത്തിന്റെ പേര് പറയുക. നിങ്ങൾ കൊല്ലത്താണെങ്കിൽ ഐ ആം ലിവിങ് ഇൻ കൊല്ലം. ആൻഡ് നിങ്ങളുടെ ജോലി എന്താന്ന് പറയുക, ബിസിനസ്സോ ജോലിയോ വീട്ടമ്മയാണെങ്കിൽ ഐ ആം ഹൗസ് വൈഫ്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്. വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഐ ആം വർക്കിംഗ് ഇൻ എ കമ്പനി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഇതേ ചോദ്യങ്ങൾ അവരോടും ചോദിക്കുക. ക്യാൻ യു ടെൽ യുവർ നെയിം, വേർ ഈസ് യുവർ നേറ്റീവ് പ്ലേസ്, വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്, ആർ ദേ സ്റ്റഡിയിങ്, നിങ്ങൾ ആ കുട്ടികൾ പഠിക്കുകയാണോ, ഇങ്ങനെയെല്ലാം ചോദിച്ച് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ചോദിച്ച് വരുമ്പോൾ അവരും ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾ അവരോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ട് വരുമ്പോൾ കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റും. മറ്റൊന്ന്, നിങ്ങളെ ഓരോ ദിവസം വിളിക്കുന്ന ആൾക്കാരും പല ടൈപ്പ് ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ നിങ്ങളെക്കാളും ഭയങ്കര സ്പീഡിൽ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവും. വേറെ ചിലർ വളരെ സ്ലോയിൽ പറയുന്നവരായിരിക്കും, ഒട്ടും അറിയാത്തവരായിരിക്കും.
എങ്ങനെയായാലും നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അവരോട് ചോദിക്കും, പിന്നെ ചോദിക്കണം ക്യാൻ ഐ കോൾ യു ടുമോറോ, അന്ന് നാളെ വിളിക്കാമോ എന്ന് ചോദിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് ടൈം ക്യാൻ ഐ കോൾ യു എന്ന് ചോദിക്കണം. എപ്പോൾ വിളിക്കാൻ പറ്റും എന്ന് ചോദിക്കുക. എന്നിട്ട് ആ നാളെ അയാൾ പറയുന്ന സമയത്ത് വീണ്ടും വിളിക്കുക. പിന്നെ ഒരു ദിവസം തന്നെ ഇതേപോലെ കുറേ ആൾക്കാരെ വിളിക്കണം. ഒരാളെ മാത്രം വിളിച്ചാൽ പോരാ. ചില ആൾക്കാർ ഒരു ദിവസം തന്നെ 5ഉം 10ഉം 15ഉം പേരെ വിളിച്ച ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് ഫ്ലുവൻ്റ് ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം ഒരാളെ മാത്രം വെച്ച് വിളിക്കുകയാണെങ്കിൽ വലിയ ഗുണം പെട്ടെന്ന് കിട്ടൂല. പെട്ടെന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കുറേ ആൾക്കാരെ വിളിക്കണം. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ജോലിയുടെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീ കിട്ടുകയാണെങ്കിൽ ആ സമയം നിങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുക. വേറെ തമാശകൾ പറയാനോ യൂട്യൂബിലെ തമാശ വീഡിയോകൾ കാണാനൊക്കെ സമയം എടുക്കുന്നതിന് പകരം നിങ്ങൾ ഈ ആൾക്കാരെ വിളിച്ച് സംസാരിക്കാനായിട്ട് സമയം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം കിട്ടും. അതോടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായി വരും. പിന്നെ നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരെ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടും. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും. ഇവരോട് സംസാരിച്ചു വരുമ്പോൾ അവർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് നമ്മളും അറിയാതെ ആ നല്ല ഇംഗ്ലീഷ് കോപ്പി ചെയ്ത് നമ്മുടെ ഇംഗ്ലീഷ് തന്നെത്താനെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവരോട് ചോദിക്കുക, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ എന്തെല്ലാം മെത്തേഡുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മളാരും ചെയ്യാത്ത പല പല കാര്യങ്ങൾ ഇവർ നമുക്ക് പറഞ്ഞു തരും. അതിൽ നല്ലത് നോക്കി നല്ല കാര്യങ്ങൾ നമുക്കും വീണ്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയ കുറെ സുഹൃത്തുക്കളെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു സമ്പർക്കം കുറെ കാലം തുടർന്ന് പോയാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഓക്കെ ആവും. ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളത്. ഇംഗ്ലീഷ് പഠിക്കാനല്ല. പഠിക്കണമെന്നുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേറെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോയി പഠിക്കാം. ഇവിടെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയമൊന്നുമില്ല, ഇതേ ഉള്ളൂ. എനിക്ക് ആ ഗ്രൂപ്പിൽ എന്നെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു തന്നാൽ ഉപകാരം. ഞാൻ ആഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. 4 ഗ്രൂപ്പ് ഉണ്ട്. 4 ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരാം. അതിലൊരു ഗ്രൂപ്പ് ലേഡീസ് ഓൺലി ആണ്. ലേഡീസ് ഓൺലി ഗ്രൂപ്പിൽ ആണുങ്ങൾ ആരും ജോയിൻ ചെയ്യരുത്. എന്നാലും ഞാൻ ഒരുമിച്ച് അയക്കുന്നത് കൊണ്ട് ഈ ലിസ്റ്റിൽ എല്ലാം വരും. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ലേഡീസ് ഓൺലി എന്ന്. അതിൽ ആണുങ്ങൾ ജോയിൻ ചെയ്യരുത്. ബാക്കി മൂന്ന് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ഇതുപോലെ വേറെ നല്ല ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ അവർ തരും. നിങ്ങൾക്ക് നല്ലതാണെന്ന് അവർക്ക് തോന്നുന്ന അഭിപ്രായമുള്ള നല്ല നല്ല ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ വരിക. ധാരാളം ആളുകളെയും കിട്ടും, ധാരാളമായിട്ട് സംസാരിക്കാനും പറ്റും. ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല സാർ, വേറെ ഒന്നുമില്ല. നത്തിങ് സ്പെഷ്യൽ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹം വരും. ആഗ്രഹം വരുന്നത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. കുറെ സമയം കഴിയുമ്പോൾ ഈ ആഗ്രഹം അങ്ങോട്ട് പോകും. അതോടുകൂടി വിളിക്കാൻ ഇതങ്ങനല്ല. ഇത് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാല്, ഞാനൊരു 10-26 വർഷത്തോളം, അതായത് 83 ആദ്യം ഞാൻ കേരളം വിട്ടിട്ട് ബോംബെയിലായിരുന്നു. അവിടുന്ന് 91 കുവൈറ്റ് ഇറാഖിന്റെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഞാൻ സൗദി അറേബ്യക്ക് പോയി. അപ്പൊ ഈ കാലഘട്ടത്തിൽ, ബോംബെ ജീവിച്ച കാലഘട്ടത്തിൽ ഹിന്ദി നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. അപ്പൊ അവിടെ ചെന്ന് ഗൾഫിൽ ചെന്നതിന് ശേഷം സുഹൃത്തുക്കളെ, അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും അവിടെ ജോലിക്കുണ്ട്. അപ്പൊ ഹിന്ദി ശരിക്കും സംസാരിക്കുന്നത് കൊണ്ട് അവരുമായിട്ട് ഹിന്ദിയാണ് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമ്മുടെ ഹിന്ദിയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ഇംഗ്ലീഷ് അപ്പൊ ഈ ഫിലിപ്പിനോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സാറേ, ഞാൻ പറയാം, ഈ അനുഭവങ്ങളൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം മനസ്സിൽ വന്നിട്ടുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ആ ഉറച്ച തീരുമാനം വന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഞാൻ വിളിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
സാറേ ഞാനിത് എല്ലാവരും പറയുന്നുണ്ട്, മക്കള് നല്ലപോലെ ഇംഗ്ലീഷ് പറയുന്നു, മക്കള് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാര് നല്ലപോലെ ഇംഗ്ലീഷ് പറയുന്നു, പിന്നെ ഈ മക്കളുടെ കുട്ടികള് സ്കൂളിൽ പോയി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി തിരിച്ച് വരുമ്പോൾ അവരും ഇംഗ്ലീഷ് പറയുന്നു. അതുകൊണ്ട് നമുക്ക് മാതാപിതാക്കൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് സമീപിക്കാറുണ്ട്. പക്ഷേ ഇവര് വർക്ക് ചെയ്യാൻ തയ്യാറല്ല. ഇവരോട് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരാനും ഡെയിലി പലരെയും വിളിച്ച് സംസാരിക്കാനും പറയുമ്പോൾ എനിക്ക് നേരമില്ല, ഞാൻ വലിയ ബിസിയാണ്, ഞാൻ വലിയ ബിസിനസ്സുകാരനാണ്. ഇത് ഞാൻ അങ്ങനല്ല, ഇത് ഞാൻ റെഡിയാണ്. ഇത് ഞാൻ ഫുൾ കോൺഫിഡൻസിനോട് കൂടി പറയുകയാണെങ്കിൽ ഇത് ഞാൻ റെഡിയാണ്. സാർ അങ്ങനെ റെഡിയാണെന്ന് പറഞ്ഞാൽ പോരാ, സാറ് കുറെ ആൾക്കാരെ വിളിക്കണം, സംസാരിക്കണം. എന്നിട്ട് അതിന്റെ ഇമ്പ്രൂവ്മെന്റ് സാറിന് തന്നെ കാണാൻ പറ്റും. ഒരു 2 ആഴ്ച 1 മാസം കഴിയുമ്പോൾ നല്ല ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് കാണിക്കണം സാറ്. തീർച്ചയായും എന്നാലേ വിജയിക്കും സാറേ. അല്ലാതെ ഈ ബിസിനസ്സുകാർ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് ടൈം കിട്ടണില്ല എന്നാ പറഞ്ഞത്. സമയം കിട്ടാതെ നമുക്കിത് ഗുളിക രൂപത്തിൽ കൊടുക്കാൻ പറ്റുമോ സാറേ? ഒരിക്കലും ഇല്ല. അതാണ് സാറിത് വിജയിപ്പിച്ചെടുക്കണം കേട്ടോ. സാറ് തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഈ മറ്റുള്ളവരെ വിളിക്കണമെന്ന് എനിക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷെ സാറിന് പകരം ഞാൻ വിളിച്ച് അവരോട് സംസാരിച്ചാൽ ഗുണം കിട്ടുന്നത് എനിക്കല്ലേ. അതുകൊണ്ടാണ് സാറ് തന്നെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ അയച്ചോട്ടെ ഇതിന്റെ ലിങ്ക്? അയച്ചു.